ജിമ്മിൽ ഞാൻ ഇനി പോലെ ഇല്ല. കാരണം ജിം എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ബ്രോ. ആഷിക്ക് ട്രെയിനർ ആരാടാ? ഞാൻ. നീ ആ വർത്താനം പറയാൻ നിക്കരുത്. നീ മിണ്ടരുത്. നീ ഇന്നലെ എന്നെ കൂടി ലെഗിൽ അടിപ്പിച്ചിട്ട് ഇപ്പൊ കവച്ച് ഇങ്ങനെ റോബോട്ട് നടക്കണമെന്ന് നടക്കണം. അറിയോ? സത്യം പറഞ്ഞു, എനിക്ക് അറിയോ ജിമ്മിൽ വർക്കൗട്ട്? എന്റെ പേഴ്സണൽ ട്രെയിനറാണ് ഇവനാണ് എന്നെ ഈ ബോഡിയിൽ എത്തിച്ചത്. എന്തെത്തിച്ച് ബോഡിയിൽ? നീരാ? എടാ എനിക്കിവിടെ മസിൽ എന്ന് പറഞ്ഞിട്ട് മൊത്തം നീരാടാ. 2 ദിവസം കൊണ്ട് മസിലാണേ. ഇത് മറ്റേ അതിശയന്റെ സിനിമ നല്ലത്. അല്ല അധ്വാനം വേണം. നീ ഇന്നലെ എന്നെ ലെഗിന് കളിപ്പിച്ച. ഞാൻ റോട്ടിൽ കൂടെ നടക്കണ ആൾക്കാർ എന്നോക്കി കിണിക്കുകയാണ്. അതുകൊണ്ട് ജിമ്മിൽ അതിന് വന്നില്ല. ആഷിക്ക് ജിമ്മല്ലേ നീ? നിനക്ക് എന്റെ പോലത്തെ ശരീരം വേണ്ടേ? നിനക്ക് ഇങ്ങനത്തെ ശരീരം എനിക്ക് വേണ്ട. പണ്ട് പോലത്തെ ശരീരം വേണമെങ്കിൽ വേണ്ട, എന്റെ പോലത്തെ ശരീരം വേണ്ടേ? അയ്യോ, ഈ ശരീരം ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ആ ശരീരം എനിക്ക് ഒട്ടും വേണ്ട. എനിക്ക് എന്റെ ഈ ശരീരം തന്നെ മതി. ആഷിക്ക് നീ എങ്ങനെ ഇനി മസിലുണ്ടാക്കുമെന്നാ നീ പറയണത്? ആഷിക്ക് നീ സ്റ്റിറോയിഡ് ഉപയോഗിച്ച ബൈസിക്ക് എടുത്ത് അമർത്തുന്നേ. അയ്യോ അഴുത് ബ്രോ, ആ ബൈസപ്സ് വെച്ച് എന്നെ ഇറക്കരുത് ബ്രോ. ചിലപ്പോ ആ ബൈസപ്സ് കുഴിഞ്ഞ് ഉള്ളിലേക്ക് പോകും. എടി ഇവിടെ മുട്ട മേടിക്കാൻ പോലും പൈസ ഇല്ല, പിന്നെയാണ് സ്റ്റെറോയിഡ് എടുത്ത് അടിക്കാൻ പോണം. ആഷിക്ക് നീ നാടൻ മുട്ട ഒഴുകി. ആമക്കണ്ണ നിന്നോടല്ലേ പറഞ്ഞത് മുട്ട മേടിക്കാൻ പോലും പൈസ ഇല്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ അങ്ങനെ ഒരു കോഴി അങ്ങോട്ട് വാങ്ങും. കോഴി വാങ്ങാനാണെങ്കിൽ എന്റെ പരിസരത്തിൽ ആളുണ്ട്. കളൊരു കോഴിയുണ്ട്. 10 മുട്ട ഇടും. 9 നാടൻ മുട്ട, 10 മുട്ട സ്വർണ്ണ മുട്ട. എനിക്ക് നല്ല ഡീലാണ്ട. 9 നാടൻ മുട്ട നീ എടുത്തിട്ട് 10 സ്വർണ്ണ മുട്ട ഞാൻ എടുത്തതിനല്ലേ? അത് വിറ്റ് എനിക്ക് പൈസ ഉണ്ടാക്കാല. എടി ഇവൻ വല്ലം വെച്ച് എഴുതി അങ്ങ് വിടും. അതീ കയറി പിടിക്കല്ലേ. അങ്ങനത്തെ സ്വർണ്ണ മുട്ടയുടെ കോഴിയൊന്നും ഇല്ല. ആര് പറഞ്ഞു സ്വർണ്ണ മുട്ട ഇടുന്ന കോഴിയില്ലെന്ന്? എന്റെ അടുത്തുണ്ടല്ലോ. ആ ചേട്ടനറിയാ സ്വർണ്ണ മുട്ട ഇടുന്ന കോഴി ഉണ്ടെന്ന്. വെറുതെ ആ സ്വർണ്ണ മുട്ട കഴിച്ചിട്ടാണ് ഇത്രയും പൊക്കം തരുന്നത്. വാട്ടേ മുട്ട മര്യാദക്കല്ലേ സ്വർണ്ണ മുട്ട ആയിട്ട് തരും, പിന്നെ പൊക്കം വെച്ച് അങ്ങ് പോവും. എന്റെ പൊന്നെ ബ്രോ, ഇമ്മാതിരി കോഴിയൊന്നും ഈ ലോകത്തില്ല. ആര് പറഞ്ഞു സ്വർണ്ണ മുട്ട ഇടുന്ന കോഴിയില്ലെന്ന്? 8 മുട്ട പൊഴിക്കാനിട്ടാണ് ഞാനിപ്പോ വന്നത്. എന്ത് തള്ള ബ്രോ. ബ്രോ ആരാ ശരിക്കും? ബ്രോ ഞാൻ സോളമൻ KT. നിങ്ങളുടെ കയ്യിൽ 5ാം കാലുള്ള ആനയുണ്ടോ? 5ാം കാലുള്ള ആനയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഒരു 8 തലയുള്ള ജിറാഫ് വന്നിട്ടുണ്ട്. ബ്രോയുടെ ചിക്കൻ വേണ്ട? ആ ഉണ്ടല്ലോ, 2 എണ്ണം ഉണ്ട്. ലെസ്ബിയൻ കരടിയണ്ടാ? ഉണ്ടല്ലോ, ലെസ്ബിയൻ മാത്രമല്ല കുണ്ടനോ ചുണ്ടനോ എല്ലാം ഉണ്ട്. ചേട്ടാ ഗേ എണ്ണാനുണ്ടോ? ഗേ എണ്ണാനുണ്ട്. ബ്രോ ആ സ്വർണ്ണ മുട്ട ഇടുന്ന കോഴിയില്ലേ, അതെനിക്ക് വേണം. 3 എണ്ണം വേണം. ഒരു പൂവ്, 2 പേട. കള പന്നി 32 മിനിറ്റിന്റെ സിനിമയും കണ്ട് വന്നോളൂ. പൊന്നെ ബ്രോ, ജിമ്മിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പൊ മൃഗങ്ങളുടെ കാര്യമാണ് മൊത്തത്തിൽ പറയണത്. ബ്രോ ഒന്ന് പൊയ്ക്ക് ബ്രോ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. വേണമെങ്കിൽ ഒരു തുമ്പിക്കയുള്ള വവ്വാലിനെ തരാം. അയാൾ പറഞ്ഞ പോലത്തെ ടൈപ്പ് മൃഗങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൽ കയറി സ്വർണ്ണ മുട്ടയുടെ കോഴി ഉണ്ടെന്ന് മതി ഇവൻ വിശ്വസിപ്പിക്കുന്ന. ഇവനും പിണ്ണ അയാളും പിണ്ണ. ഇവന് നീയും പിണ്ണം ഗിപ്സേ. ഞാൻ വീട്ടിൽ പോണേ. ഇനി ഒരു ജിമ്മിലൊന്നും ആയില്ലട്ടാ. നീ അമ്മ 2 കുറച്ചേക്ക് പോകണ്ടേ?